ഇടതുപക്ഷത്തിന് ഇവിടെ ആവുമൊക്കെ അവർക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതുമില്ല. ചിലത് ഇടതുപക്ഷത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞെന്നിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വലതുപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു നിഷ്പക്ഷ സ്റ്റാൻഡ് വേണം. അതിൽ പറയുന്നത് സത്യം വേണം. നമ്മളൊരു കള്ളം പറഞ്ഞുകൊണ്ട് അതിനെ ക്രെഡിബിൾ ആക്കാൻ പോകരുത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു കൺസിസ്റ്റ് സ്റ്റാൻഡിന് വിരുദ്ധമായിട്ടും പറയരുത്. നമ്മളിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര നിരീക്ഷകനായിരിക്കുമ്പോൾ ആ രീതിയിലേ പറയാവൂ. അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര നിരീക്ഷകനായിരിക്കുമ്പോൾ ആ രീതിയിലേ പറയാവൂ. അത് കവച്ചു വെച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തതായി പോകും. കാരണം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം. സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. അതുപോലെ തന്നെ CPM-ൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. ഇതിനു പുറമെ സിനിമാ ലോകത്ത് ഇപ്പം ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പം സിനിമാക്കാരിൽ പലരും എഗൻസ്റ്റ് ആയിട്ടുണ്ട്. അതിജീവിതയെ ഇത്തരത്തിൽ അപമാനിക്കുന്ന വിധത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് നായകന്മാരും നായികമാരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.